CPIM ദുർബലമെന്ന് സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗരേഖയിൽ വിലയിരുത്തൽ. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബലാവസ്ഥയിലാണെന്നും രാഷ്ട്രീയ ധാരണയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ മുതൽ ഏത് തരത്തിലേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നതിന്റെ നിർദ്ദേശങ്ങളാണോ ഉള്ളത് മാർഗരേഖയിൽ? അനുജ, പലതരത്തിൽ വിവാദങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയിൽ തിരുത്തൽ അനിവാര്യമാണ് എന്ന സൂചന നൽകിക്കൊണ്ടുള്ള രേഖ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് പാർട്ടി ദുർബലമാകുന്നു എന്നുള്ളൊരു ഒരു വിചിന്തനം തന്നെയാണ്. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിലാണ് ഈ വിലയിരുത്തലുള്ളത്. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബല അവസ്ഥയിലാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാർ ശരാശരി നിലവാരത്തിലുള്ളവരാണെന്ന് പറയുന്നു. രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണമെന്നാണ് ആ നിർദ്ദേശം. ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി ഫുൾ ടൈമർമാർ വേണം. സഹകരണ ബാങ്ക് ജീവനക്കാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാർ ആക്കരുതെന്ന നിർദ്ദേശവും ഈ രേഖയിലുണ്ട്. മറ്റൊന്ന്, ഈ വിഭാഗീയത അനുവദിക്കരുതെന്നുള്ള മുന്നറിയിപ്പാണ്. വിഭാഗീയത പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകരുത്. വ്യക്തികേന്ദ്രീകൃത പ്രവർത്തനവും തിരുത്തലുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല. വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നു കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ രേഖയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അനുജ, ശരി, തിരുത്തൽ വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആരോപണങ്ങൾ കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ അതാണ് പാർട്ടിയുടെ നിലപാട്.